ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നത് റെസിപ്പിയുമായിട്ട് വന്നത് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളിതിപ്പോ പോസ്റ്ററെല്ലാം വാങ്ങുന്നതിനും കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ക്രിസ്പിയിലും നമുക്കിത് ഉണ്ടാക്കാനുള്ള നോക്കാം. നല്ലോണം ഇതിന്റെ തൊലിയൊന്ന് ചെത്തിയെടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ ഉരുളക്കിഴങ്ങിന്റെ തൊലിയിൽ ചെത്തി വെക്കട്ടെ. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ച് അപ്പൊ ഇതൊന്ന് തൊലിയെല്ലാം ചെത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം അധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാം. ഇത് മുറിച്ചതിന് ശേഷം ഒന്ന് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്യാം, ഷേപ്പാക്കാം. ശേഷം ഇങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ശേഷം ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതേപോലെ നീളത്തിൽ അധികം ഇതായിട്ട് കട്ട് ചെയ്യണ്ട, കുറച്ചൊരു തടി തന്നെ ഇത് കട്ട് ചെയ്യാം. ഇതിപ്പോ നമ്മള് ഇതൊന്ന് ഒന്ന് വെള്ളത്തിലൊന്ന് നല്ലോണം പുഴുങ്ങിയെടുക്കുമല്ലോ. ഒന്ന് പതപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചുരുങ്ങി വരും. പിന്നെ എണ്ണയിൽ പൊരിക്കും. അപ്പൊ അതിനനുസരിച്ചായിട്ട് കുറച്ച് ഇതേ ഇതിൽ തന്നെ നമുക്കൊന്നത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് ഇതുപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നമ്മളതാ ഉരുളക്കിഴങ്ങെല്ലാം എന്താ നല്ല നീളത്തിൽ എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കണം. ഇതിൽ ആദ്യം കഴുകും ഒരു വെള്ള കളറിലുള്ള പൊടി പോലെ ഇങ്ങനെ പോകും. അപ്പൊ അതെല്ലാം നല്ലോണം ഒന്ന് കഴുകി പോകുന്ന വരെ ഒന്ന് എടുക്കാം. വെള്ളം കണ്ടത് ആദ്യം വെള്ള കളർ. അപ്പൊ ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് നല്ലോണം ഒരു 5 മിനിറ്റ് ഒന്ന് പിന്നെ വേവിച്ചെടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എടുക്കാം. ഫുള്ള് നല്ലോണം വെന്ത് ഓടേണ്ട ആവശ്യമില്ല. ഇത് പതക്കട്ടെ വെള്ളം. അപ്പൊ നമ്മളതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്, തിളക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി 2-3 മിനിറ്റ് ആയതിനു ശേഷം അതൊന്ന് എടുത്ത് ഊറ്റിയിടാം. ഇതൊന്ന് ഊറ്റിയെടുക്കാം.
തുണിയിലിട്ടൊന്ന് നല്ലോണം വെള്ളം ഒന്ന് നല്ലോണം ഒപ്പിയെടുക്കാം. നല്ലോണം വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല. വെള്ളം നല്ലോണം ഒപ്പിയിട്ട് അപ്പൊ നല്ലോണം വെള്ളം പോയി നല്ലതായിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം നല്ലോണം. ഇനി ഇതൊന്ന് നമ്മൾ പൊരിച്ചെടുക്കാൻ ഇരിക്കട്ടെ. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മളിത് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. നല്ലോണം എന്താ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഉരുളക്കിഴങ്ങ് നല്ലോണം പൊരിഞ്ഞ് വരും. ഇതൊന്ന് കോരിയെടുക്കാം. കുറച്ചും കൂടി ഇതേപോലെ തന്നെ കുറേശ്ശെ കൂടി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇതാ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ ഞാനിത് ഇവിടെ നമ്മളെ പൊരിച്ച് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക, ഉണ്ടാക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.